ഹായ് ഓൾ, MS Excel ഞാനൊരു സെയിൽസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് സ്പാർക്ക് ലൈനും ചാർട്ടും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡാറ്റ നന്നായി അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് സ്പാർക്ക് ലൈൻ ആഡ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ ടൈറ്റിൽസിനൊക്കെ ഒരു കളർ കൊടുക്കാം. നമുക്കിനി സ്പാർക്ക് ലൈൻ ആഡ് ചെയ്യാം. ഇൻസേർട്ട് ടാബിൽ ലൈൻ സെലക്ട് ചെയ്യുക. അതിൽ ഡാറ്റ റേഞ്ച് ഉണ്ട്. നമ്മുടെ വാല്യൂസ് ഉള്ള റേഞ്ച് ആണ് ചോദിക്കുന്നത്. നമുക്ക് വാല്യൂസ് ഉള്ള റേഞ്ച് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ലൊക്കേഷൻ റേഞ്ച് ആണ്. എവിടെയാണ് റിസൾട്ട് വരേണ്ടത് അതാണ് ലൊക്കേഷൻ റേഞ്ച്. അതും സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. സ്പാർക്ക് ലൈൻ വന്നു. ഇനി നമുക്കതിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്റ്റൈൽസും കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് താഴോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഈ കോളത്തിനുള്ളിൽ ചാർട്ട് ആഡ് ചെയ്യുക. അത് ഇൻസേർട്ട് ടാബിൽ കോളം എന്ന ഓപ്ഷന് ഇടയിലാണ് കിടക്കുന്നത്. സെലക്ട് ചെയ്യുന്നു. ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ലൊക്കേഷൻ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. നമുക്ക് ചാർട്ട് ചെറിയൊരു മിനി ചാർട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽ കൊടുക്കാം. ഇനി നമുക്ക് താഴോട്ടും എൻ്റർ ചെയ്യാം. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഡാറ്റ കുറച്ചും കൂടി വളരെ നന്നായി ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ ചാനൽ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.